ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ ഗായ്സ്. അപ്പോൾ രാവിലെ തന്നെ ഗായ്സ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഫ്രണ്ടായിട്ടുള്ള നമ്മുടെ ലാമറുകളൊക്കെ അല്ലേ നമ്മുടെ വീട്ടിലുകളൊക്കെ ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് വന്നതെന്ന് എനിക്ക് ഒരു ഐഡിയയും തന്നെ എന്തായാലും ഇല്ല. എടാ ലാമർ, എന്തിനാ നീ രാവിലെ തന്നെ വന്നാ? അത് പിന്നെ എൻ്റെ ഫ്രാങ്ക്ലിനെ ഞാൻ നിന്നെ ഒരു സാധനം കാണിക്കാനാണ് വന്നാ. എന്താണ് സാധനം? അത് ഞാൻ കാണിച്ചിട്ട് നീ ഇപ്പം നേരെ താഴെ ആടെ ലാമറ. ഞാൻ ഇതാ പറഞ്ഞു, ഒരു മിനിറ്റ്. അല്ലടാ, എന്ത് സാധനടാ? എടക്ക പറയാടാ, നീ ആദ്യം താഴെ വാ. ആടാ, ലാമർ എന്തോ കാര്യം കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ താഴെ കൊണ്ടുപോകണം. അത് എന്താണെന്നൊന്നും എനിക്ക് അറിയണ്ട. നമുക്ക് എന്നാലും താഴ്ച നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ താഴോട്ട് എന്നാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എടാ ലാമർ, എന്നാലും എന്ത് സാധനമാടാ നീ കാണിക്കാന്നാ? എൻ്റെ പൊന്നു ഫ്രാങ്ക്ലിനെ ഒന്ന് വാടാ, ഞാൻ കാണിച്ചു തരാടാ. അല്ലടാ ലാമർ, അവിടെ ഒരു കാർ കിടക്കണല്ലോ. അതാരെ കാറാ? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ സംഭവം. നീ പുതിയ വണ്ടിയൊക്കെ എടുത്താ? ആടെ ഫ്രാങ്ക്ലിനാ, ഞാൻ പുതിയ വണ്ടിയൊക്കെ എടുത്ത്. ഈ വണ്ടി ഉണ്ടാ? ഈ വണ്ടിക്കുണ്ട് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അല്ലടാ ലാമർ, ഇതെന്താടാ ഇങ്ങനെ ഇരിക്കണ? ഈ വണ്ടി ഉണ്ടോ മൊത്തത്തില് ടയർ ഭയങ്കര ചെറുതായിട്ടിരിക്കണേ. അത് തന്നെടാ ഫ്രാങ്ക്ലിന് സ്പെഷ്യാലിറ്റി. ഞാനാണെങ്കിൽ ഒരു ഹ്യുണ്ടായുടെ ക്രെറ്റ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എടുത്ത് പെയിന്റ് എല്ലാം മാറ്റി ടയറെല്ലാം അപ്ഗ്രേഡ് ഇതേപോലത്തെ വെച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വേറെ ലെവലാക്കി വെച്ചേക്കണേ. എന്നാലും എൻ്റെ ലാമറ് നൈസായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ടയർ എന്തായാലും പൊളിയിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടുണ്ട്. ഒരു ടയർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകണ്ട, മൊത്തത്തിലുണ്ടോ ഒരു വലിയൊരു അലോയെ ചെറുതാക്കിയുണ്ടോ വണ്ടിയിൽ എല്ലാം കിട്ടിയിരിക്കുകയാണ്. എടാ ലാമറ, ഞാൻ ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചോട്ടെ. മര്യാദയ്ക്ക് എൻ്റെ വണ്ടി അവിടെ പോയി. അല്ല പിന്നെ നീ വണ്ടി ഓടിച്ചാൽ വണ്ടി നശിപ്പിക്കും. എടാ ഒരു മിനിറ്റ് ജസ്റ്റ് ഞാൻ ഓടിച്ചോട്ടെ. ഇല്ലല്ല, പറ്റില്ല. മര്യാദയ്ക്ക് വേണം വണ്ടി. ഞാൻ നിന്നെ ചുമ്മാ കാണിക്കാനാണ് കൊണ്ടുവന്നത്, അല്ല നിനക്ക് ഓടിക്കാനും തരുന്നില്ല. മര്യാദയ്ക്ക് എൻ്റെ വണ്ടി നിറങ്ങാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എൻ്റെ എത്ര വണ്ടികൾ നിനക്ക് ഓടിക്കാൻ തന്നിട്ടുണ്ട്. എടാ അതൊക്കെ സാധാരണ വണ്ടി. ഇത് ഞാൻ കഷ്ടപ്പെട്ട ഇഷ്ടം പോലെ ക്യാഷ് കൊടുത്തേ പണിഞ്ഞിറക്കാണ്. അങ്ങനെയാണ്. എന്നാൽ ശരി. എടാ ഒരിക്കൽ ഓടിക്കാതാടാ. പറ്റൂലെന്ന് വെച്ചാൽ പറ്റൂല. നീ നിൻ്റെ ആ പേട്ട താറ് ഓടിച്ചാൽ മതി, ആ പഴയ താറ്. എൻ്റെ താറിനെ നീ കുറ്റം പറയണ. ഇത് പോയടാ അവിടുത്തെ. ഞാൻ എൻ്റെ വണ്ടി എടുത്തോണ്ട് പോകാൻ പോകണം. കൂടുതൽ നേരം നിന്നാൽ നീ ചിലപ്പോൾ നശിപ്പിക്കും എൻ്റെ വണ്ടി. എടുത്തോണ്ട് പോടാ നിൻ്റെ വണ്ടി കൊണ്ട്. അല്ല പിന്നെ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്കെന്തായാലും ഇല്ല ഗൈസ്, നമ്മുടെ ക്രെറ്റയും കൊണ്ടെന്നാലും പോകാം കേട്ടാ. കൂടുതൽ നേരം എന്തായാലും ആ വീട്ടിൽ നിന്നൊക്കെ നിന്നാൽ ഫ്രാങ്ക്ലിൻ നമ്മുടെ വണ്ടി എന്തെങ്കിലും ചെയ്യും ഗൈസ്. ഓക്കെ, അവ ഓടിച്ച് എൻ്റെ വണ്ടിയിൽ പൊടിയാവും ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ അവന് കൊടുക്കാത്തത്. ഓക്കെ, നമുക്ക് നല്ല നേരെ എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും പോകട്ടാ. എന്തിനാണോ ഇവനെ കാണിക്കാൻ കൊണ്ടുവന്നത്, ഒരു ആവശ്യമില്ലായിരുന്നു. ഓക്കെ ഗൈസ്, എന്നാലും എന്ത് അഹങ്കാരമല്ലേടാ ഗൈസ് നമ്മുടെ ലാമറിന്. എൻ്റെ പൊന്നെ, നമ്മൾ ചുമ്മാ അത് വണ്ടി ഓടിക്കാൻ ചോദിച്ചല്ലോ, പക്ഷെ അവൻ നമുക്ക് തന്നില്ല. അവൻ എന്താ വണ്ടി എടുത്തുകൊണ്ട് സ്പീഡിൽ കൊണ്ട് പോയി ഗൈസ്. ഓക്കെ, പോണ വഴിക്ക് നമ്മുടെ ഗേറ്റിൽ ചെറുതായിട്ടൊന്ന് ഇടിച്ച് ഗൈസ്. ഓക്കെ, അവൻ തന്നെയാണ് കൊണ്ട് ഇടിച്ചത്. ഓക്കെ, എന്നാലും അവൻ നമുക്ക് ഒരിക്കൽ പോലും ഓടിക്കാൻ തന്നല്ലേ. സാധാരണ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല കേസ്. ഓക്കെ, അവൻ നല്ല പൈസ കൊടുത്തായിരിക്കും വണ്ടി പണി ഇറക്കിയെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളെ കൊണ്ടൊന്നും അതേപോലത്തെ വണ്ടി എടുക്കാൻ പറ്റൂലെന്നാണ് കേസ് അവൻ വിചാരിച്ചേക്കണേന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ കേസ് ഒരു പുതിയൊരു വണ്ടികളൊക്കെ വാങ്ങാം. എന്നിട്ട് നമുക്ക് എന്തായാലും അതേപോലെ തന്നെ വേറെ ലെവലായിട്ട് അവൻ കട്ടയ്ക്ക് മോഡിഫൈ ചെയ്ത് എന്തായാലും എടുക്കുക കേട്ടോ. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ കേസ് ഒരു ഫോർച്യൂണർ. ഓക്കെ, ഒരു ഫോർച്യൂണറുകളൊക്കെ വാങ്ങിച്ചിട്ട് അതേപോലെ ടയറൊക്കെ താത്ത് കട്ടയ്ക്ക് മോഡിഫൈ ചെയ്ത് വേറെ ലെവലാക്കാനാണ് പ്ലാൻ. ഓക്കെ, എൻ്റെ താറിനാവും കുറ്റം പറയാം, അതാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത. ഓക്കെ, ഞാൻ കുറേ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ് കേസ് ഈ താറെന്ന് പറയണം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഏതാണ് നമ്മുടെ കാർ ഷോറൂമിലോട്ട് എന്തായാലും പോകാൻ കേസ്. ഓക്കെ, ഇപ്പം തന്നെ എനിക്ക് പുതിയൊരു വണ്ടി എടുക്കണം കേസ്, അല്ലാതെ ശരിയാവത്തില്ല. ഓക്കെ, എന്തായാലും എനിക്ക് ആ വണ്ടി കൊണ്ട് തന്നെ ലാമറിൻ്റെ ഫ്രണ്ടിൽ പോകണം കേസ്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും പിടച്ചെന്തായാലും വിടാം കേസ് നമ്മുടെ ഈ ഒരു താറും കൊണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കയ്യിലാണ് ഒരു ഹണ്ടർ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഹണ്ടർ ഉണ്ടായിരുന്നു. ആ ഒരു ഹണ്ടറുകളൊക്കെ നമ്മുടെ ഈ ഒരു ഷോറൂമിൽ തന്നെ എന്തായാലും ഇരിക്കുകയാണ്. ഓക്കെ, ഇതെൻ്റെ ഒരു ഫ്രണ്ട് എന്തോ വണ്ടി എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇവിടെ കൊണ്ട് വെച്ചാണ്. ഇതാണ് നമ്മുടെ ഹണ്ടർ എന്ന് പറയുന്നത്. ഈ വണ്ടി ഇവിടെ കിടക്കുകയാണ്, അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് എടുക്കാം. ഓക്കെ, താറും എടുക്കണം. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടികൾ എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഒതുക്കിയിടാം. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ താറുകളൊക്കെ ഇവിടെ വയ്ക്കും. ഓക്കെ, ആ ഹണ്ടർ നമ്മുടേതാണ്. നമ്മൾ എപ്പോഴും ഇവിടെ കൊണ്ട് വെച്ചാണ്. നമ്മുടെ ഫ്രണ്ട് എന്തോ ചോദിച്ചാണ്, വേറൊരു ഫ്രണ്ട്. ഓക്കെ, നമുക്ക് നല്ല കേസ് ഇപ്പം തന്നെ ഈ ഒരു ഷോറൂമിൽ കയറി ഒരു പുതിയൊരു ഫോർച്യൂണറുകളൊക്കെ നൈസായിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഏകദേശം ഗൈസ് എന്തായാലും ഒരു 50 ലക്ഷം രൂപകളൊക്കെ കൊടുത്ത് നമ്മളങ്ങനെ ഒരു പുതിയൊരു ടൊയോട്ട ഫോർച്യൂണറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് പിന്നെ ലെജൻഡറി കളൊക്കെ ഇല്ല, അതുകൊണ്ട് നമ്മളെന്തായാലും നോർമലായിട്ടുള്ള ഫോർച്യൂണർ എടുത്ത് നോക്കി. ഇതേപോലെ തന്നെ നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ഇതേ സെയിം കളറുകളൊക്കെയാണ്. നമുക്കെന്തായാലും നേരെ എന്തായാലും ഈ ഒരു ഷോറൂമിൻ്റെ ബാക്കി പോകാം. നമ്മുടെ ഈ ഒരു ഹണ്ടറും പിന്നെ ഈ ഒരു താറ് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് എടുക്കാം. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ആ ഒരു പുതിയ ഒരു ഫോർച്യൂണർ എടുക്കാൻ കേസ്. എന്നിട്ട് നമ്മുടെ ലാമർ മോഡിഫൈ ചെയ്ത പോലെ തന്നെ നമുക്ക് കട്ടയ്ക്കാൻ വേണ്ടി മോഡിഫൈ. എൻ്റെ മോൻ ഇവിടെ വണ്ടി എടുക്കണോണ്ട് തന്നെ ഒരു ചെറിയ സെലിബ്രേഷൻ പോലെയൊക്കെ ഉണ്ട്. എന്തായാലും അതിൻ്റേത് ആവശ്യം തന്നെ ഇല്ല കേട്ടോ. നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു ഫോർച്യൂണർ എടുത്തോണ്ട് ഞാൻ ഇപ്പോൾ നേരെ പോകാനായിട്ട് പോകണം നമ്മുടെ
മോഡിഫിക്കേഷൻ ചെയ്യണം നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പിൽ കണക്കാണ് കേട്ടോ. ഈ വണ്ടി മൊത്തത്തിൽ നമുക്ക് പണിഞ്ഞ് അവൻ്റെ ആ ഒരു ടയറല്ലേ ഓക്കെ അതേപോലെ ആക്കണം ഓക്കെ. നമുക്കാണെങ്കിൽ വേണമെങ്കിൽ വെറൈറ്റിക്ക് വേറെ സംഭവം കേട്ടോ ചെയ്യാം ഓക്കെ. അവൻ്റെ വണ്ടിയുടെ എന്ന് വെച്ചാൽ കേസ് ഭയങ്കര കുഞ്ഞ് ടയർ കണക്കാണ്. അതെന്ന് വെച്ചാൽ കേസ് ഒരു വെറൈറ്റിക്കാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഓക്കെ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോർച്യൂണറിൻ്റെ ടയർ വലുതാക്കാം കേട്ടോ. നമുക്ക് നോക്കി നോക്കെ ഈ വണ്ടി ചേരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ചെറിയ ടയർ ഒട്ടും ആ കറക്റ്റേക്ക് ചേരണില്ല. എന്നിട്ട് പോലും നൈസായിട്ടെന്നല്ല വാച്ച് ചെയ്ത് ഇപ്പം എന്താ ഷെൻ്റെ മോനെ പണിപൊളി. ഷെൻ്റെ ദൈവമേ നമ്മളറിയാതെ ആരും ഇടിച്ചിട്ട് നമുക്കാണെങ്കിൽ ഇവിടെ 1 സ്റ്റാർ വാണ്ടർ ലെവൽ കിട്ടിയിട്ടുണ്ട്. പതുക്കെ ഏതെങ്കിലും കൂടെ വഴി കൂടെ കയറി എസ്കേപ്പ് ആവാതായിരിക്കും നല്ലത്. നമുക്കല്ലെങ്കിൽ ഇപ്പം തന്നെ എന്തായാലും ആ ഒരു വർക്ക്ഷോപ്പിലോട്ട് എന്തായാലും കയറാൻ കേട്ടോ. നമുക്ക് ഇതിലെ കൂടെയൊക്കെ എടുക്കാൻ കേസ്, അല്ലാതെ ശരിയാവത്തില്ല. പോലീസുകളെ പൊക്കും കേസൊക്കെ. നമുക്കെന്തായാലും ഇതിലേ കൂടെ വഴിയൊന്നും തന്നെ ഇല്ല. ഇതിലേ കൂടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഓക്കെ. വണ്ടി ചെറുതായിട്ടൊക്കെ ഇടിച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല ഓക്കെ. പുതിയ വണ്ടിയാണ്. വാണ്ടർ ലെവൽ പോയട്ടെ. അറിയാതെ ഒരാളെ ഞാൻ അറിയാതെ എന്തായാലും ഇടിച്ചിട്ടേ അതിനാണ് ഓക്കെ. നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു ഗാരേജ് കയറ്റി വണ്ടി മൊത്തം പണിയാം ഓക്കെ. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഗാരേജ് തന്നെയാണ് ഓക്കെ. നമുക്കെന്തായാലും നോക്കി നോക്കാം വണ്ടി എങ്ങനെയൊക്കെ പണിയണമെന്ന് ഓക്കെ. കേസ് നമ്മുടെ ഫോർച്യൂണറുകളൊക്കെ നമ്മളിവിടെ കയറ്റിയിട്ടുണ്ട് ഓക്കെ. ഇനി നമുക്ക് ഈ വണ്ടികളൊക്കെ പണിയാം കേസ്. നമുക്ക് എന്തായാലും ബോഡി കളർ ഏത് കൊടുക്കുക. റെഡ് ഉണ്ട്, ഇതുണ്ട്, അതേപോലെ തന്നെ സ്കൈ ബ്ലൂ ഉണ്ട്, ഡാർക്ക് ബ്ലൂ ഉണ്ട്, ഈ ഒരു കളറുണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട് ഓക്കെ. ബ്ലാക്ക് കാണാനായിട്ട് നൈസായിട്ടുണ്ട് കേട്ടോ. വൈറ്റാണ് ഇപ്പോൾ വണ്ടിയുടെ എന്ന് വെച്ചാൽ ഓക്കെ. ബ്ലാക്ക് കാണാനായിട്ട് കൊള്ളാം. ഈ ഒരു കളറും കൊള്ളാം കേട്ടോ. നമുക്ക് ബ്ലാക്ക് അടിക്കാം. ബ്ലാക്ക് നല്ല രസമുണ്ട് ഓക്കെ. നമുക്ക് എന്നിട്ട് ഗ്ലാസിൻ്റെ കളർ മാറ്റാം. ഗ്ലാസിൻ്റെ ഏത് വയ്ക്കാം. ഗ്ലാസ് നമുക്ക് ഡാർക്ക് ബ്ലൂ കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട് കാണേ. ഹോണും കൂടെ മാറ്റാം. ഇത് നൈസായിട്ടുണ്ട്. ഈ ഒരു ഹോൺ വയ്ക്കാം. പിന്നെ അവിടെ വീലാണ്. നമുക്ക് ഏത് വീല് വയ്ക്കാം. നല്ലൊരു അടിപൊളി ഒരു വീല് തന്നെ വയ്ക്കണം. പുറത്തോട്ട് തള്ളിയിരിക്കണ വീലില്ല, അത് വെച്ചാലാ ഓക്കെ. ഇതാണ് അതെന്ന് വെച്ചാൽ ഇത് വേണ്ട കേസ്. ഈ ഒരു വീല് കാണാനായിട്ട് നൈസായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇത് വയ്ക്കാം. അല്ലെങ്കിൽ ഈ ഒരു വീലെടുക്കണം ഓക്കെ. ഇത് കൊള്ളാം ഓക്കെ. ഇത് നമ്മൾ കുറച്ചുകൂടെ പുറത്തോട്ട് തള്ളിയിരിപ്പുണ്ട് ഓക്കെ. നമുക്കെന്നിട്ട് റിമ്മിൻ്റെ ഒരു കളർ മാറ്റാം. നമുക്ക് ഏത് കളറാക്കാം. ലാമറിൻ്റെ ബ്ലാക്ക് ആക്കിയാൽ നമ്മൾ മൊത്തം ബ്ലാക്ക് ആക്കിയാൽ കാണാൻ വലിയ ലുക്ക് കാണുമല്ലോ ഓക്കെ. ഗ്രീൻ ആക്കിയാലോ. ഗ്രീൻ വേണ്ട കേസ്. ഈ ബ്രൗൺ പോലത്തെ ഈ കളർ നൈസാണ്. ഇനി സസ്പെൻഷൻ ഓക്കെ. സസ്പെൻഷൻ നമുക്ക് ഫുൾ കൂട്ടാം കേസ് ഓക്കെ. അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയണമെങ്കിൽ. ഫുള്ള് നമ്മൾ കൂട്ടുകയാണ്. എന്നിട്ട് നമ്മളെ വീലിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കണം. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഇത് എന്ത് അവസ്ഥയാണല്ലേ. കുറച്ച് കഴിഞ്ഞ് ഈ വണ്ടിയെ കാണാനായിട്ട് ഒട്ടും ഭംഗിയാണല്ലോ കേട്ടോ. നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഇട്ടാലേ എൻ്റെ ആകുമ്പോൾ ഇതെന്തടേ ഫോർച്യൂണറിൽ വലിയ ചക്ക ടയർ കയറ്റിയത് പോലെ ഉണ്ട് ഓക്കെ. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേസ്. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഫുൾ അങ്ങ് ചെറുതാക്കാം കേസ്. അത്രയും വലിയ ചക്ക ടയറൊക്കെ കയറ്റിയ കേസ് വണ്ടി അലുമ്പാവും ഓക്കെ. ഇതാണ് കേസ് നല്ലത് ഓക്കെ. ഇതാണ് നൈസ് ഓക്കെ. നമ്മളങ്ങനെ ടയർ ഏറ്റവും ചെറുതാക്കിയിട്ടുണ്ട് ഓക്കെ. വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് തോന്നി. വണ്ടി മൊത്തം അടി തട്ടിയാണ് ഇരിക്കണം. ആ സ്റ്റിക്കർ കൊടുക്കാം കേസ് ഓക്കെ. നമ്മൾ ഫ്രണ്ടിൽ ഈ സ്റ്റിക്കർ വെച്ച് ലെഫ്റ്റിൽ നമുക്ക് ഈ സ്റ്റിക്കർ വയ്ക്കാം. റൈറ്റിൽ നമുക്ക് ഈ സ്റ്റിക്കർ വയ്ക്കാം. ബാക്കിൽ നമുക്ക് സ്റ്റിക്കർ അത് നൈസായിട്ടുണ്ട്. ഈ സ്റ്റിക്കർ വയ്ക്കാം. സ്റ്റിക്കറും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രേക്കാണ്. ബ്രേക്ക് നമുക്ക് റേസിങ് വയ്ക്കാം. അവൻ്റെ സ്പോർട്സാണ്. നൈട്രോ നമ്മൾ വെക്കുന്നുണ്ട് ഇൻസ്റ്റാളൊക്കെ. പിന്നെ ലാസ്റ്റുള്ള നമ്മുടെ ടയർ സ്മോക്ക് ചെയ്യും. നമ്മുടെ ലാമറിൻ്റെ എന്ന് വെച്ചാൽ ഒരു പിങ്ക് കളറാണ് ഓക്കെ. നമുക്ക് പിങ്ക് ഒന്നും വേണ്ട കേസ് ഓക്കെ. നമുക്ക് ഗ്രീൻ. നമ്മുടെ വണ്ടിയുടെ അലോയ്സിൻ്റെ കളർ ഒരു ബ്രൗൺ പോലത്തെ. ഇത് വേണോ. ഇത് വേണ്ട ഓക്കെ. നമുക്ക് ഈ സ്കൈ ബ്ലൂ കൊടുക്കാം കേസ്. ഇത് നൈസായിട്ടുണ്ട് കാണാനായിട്ടൊക്കെ. നമ്മളങ്ങനെ എല്ലാം വെച്ച് മൊത്തത്തിൽ നമ്മളങ്ങനെ പണിഞ്ഞിറക്കി നമ്മളങ്ങനെ വണ്ടി ഫുള്ള് സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട്. വണ്ടി ഓടുമെന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്ത. പക്ഷെ എൻ്റെ മോൻ ഇത്രയും നമ്മുടെ ലാമർ താത്തിയതിനേക്കാളും നമ്മൾ നല്ല രീതിയിൽ താത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി മൊത്തത്തിൽ കണ്ട ഫുള്ള് താന്ന് കിടക്കണം. ടയർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകണ്ട. മൊത്തത്തിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഇങ്ങനത്തെ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി എങ്ങനെയാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. നമുക്കൊന്നൊരു ലൊക്കേഷനുകളൊക്കെ മാപ്പ് നമ്മൾ കറക്റ്റ് ചെയ്യാം. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി. നമുക്ക് തന്നെ നമ്മുടെ നൈട്രോയും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. പക്ഷേ എൻ്റെ മോനെ വിഷയം കേട്ടാ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സാധനം വർക്കാവുന്നുണ്ട്. നമുക്കെന്തായാലും ഈ വണ്ടിയൊക്കെ വെട്ടിച്ച് എന്തായാലും പോവാം. എൻ്റെ ആകുമ്പോൾ വേറെ ലെവലായിട്ടുണ്ട് കേട്ടാ.
ഇനി നമുക്ക് ആ ലാമറിനെ വിളിക്കണം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഇപ്പം എന്തായാലും നമ്മുടെ വണ്ടി വീട്ടിൽ കയറ്റാം. പക്ഷെ എൻ്റെ മോനെ നൈസായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. കുഴപ്പമില്ല. എന്താണ് അയ്യോ വണ്ടി ഇടിക്കല്ലേ. ഓക്കെ, ഇതെന്താണ് ലാഗ് അടിക്കുന്നത്? ഭയങ്കര നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട്. കുഴപ്പമില്ല. അയ്യോ വണ്ടിയുടെ കൺട്രോൾ പോണേ. പക്ഷെ ഇതെന്താണ് നല്ല ലാഗ് അടിക്കുന്നത്? കുഴപ്പമില്ല. ഓക്കെ, അപ്പം എന്തായാലും വണ്ടികളൊക്കെ ബാക്ക് എടുക്കാൻ നൈസായിട്ട്. ഓക്കെ, വണ്ടി ശരിയായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ആകുമ്പോൾ ഇതെന്താണ് കേസ് ഭയങ്കര ലാഗ് അടിയാണ്. അത് കുഴപ്പമില്ല. ഗേറ്റോറ പക്ഷെ എൻ്റെ മോനെ വണ്ടി ഇടിയാണ് കേട്ടോ. നമ്മൾ മോഡിഫൈ ചെയ്ത് ഇറക്കിയതേ ഉള്ളൂ. യെസ് ഗായ്സ്, നമ്മളങ്ങനെ ഫൈനലി നമ്മളെ വീട്ടിലോട്ട് നമ്മളങ്ങനെ കയറ്റിയേക്കാണ്. ഹോൺ എങ്ങനെയുണ്ടോ നോക്കട്ടെ. ഹോൺ ഇങ്ങനത്തെ ഹോണാണ് ഞാൻ വെച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, ഒരു ക്ലാസിക് ഹോൺ പോലത്തെ. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ ഡ്രിഫ്റ്റാണ് കേട്ടോ സീൻ. ഓക്കെ, ഡ്രിഫ്റ്റ് ചെയ്ത സ്വിമ്മിങ് പൂൾ കൊണ്ട് അടിച്ചിട്ട് തീർന്നില്ല. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ മോഡിഫൈ ചെയ്ത് പക്കയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിരിക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ലാമറിനെ വിളിക്കാം ഗൈസ്. ഓക്കെ, അവൻ്റെ അഹങ്കാരം ഇപ്പം തന്നെ തീർക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ലാമറിനെ എന്തായാലും ഒന്ന് വിളിക്കാം. ഫോൺ എടുക്കാം. ആ ഹലോ, എടാ ലാമറേ. എന്താടാ ഫ്രാങ്ക്ലിനെ, എന്താടാ എന്നെ വിളിച്ചാ? എടാ ലാമറേ, നീ ഇപ്പം എൻ്റെ വീട് വരെ ഒന്ന് വാടാ. എന്താടാ, എന്തെങ്കിലും വല്ല സ്റ്റണ്ട് റേസോ അതിനല്ലോ ഒന്ന് പോയടാ അവിടെ നിന്ന്. ഇനി ഞാൻ നിൻ്റെ ഒരു റേസിനും ഇല്ല. ഫസ്റ്റ് നീ വീട്ടിൽ എനിക്ക് നിൻ്റെ ഒരു കാര്യം കാണിക്കണം. ആടാ ഫ്രാങ്ക്ലിനെ, ഏതാ പറഞ്ഞത്? ഓക്കെ ഗൈസ്, നമ്മുടെ ലാമറ കണക്ക് ഇപ്പോൾ വരുന്നതാണ് കേട്ടോ. അവനെ നമ്മുടെ ഈ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫോർച്യൂണർ കണക്ക് എനിക്ക് കാണിക്കണം ഗൈസ്. ഓക്കെ, അല്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ല ഗൈസ്. ഓക്കെ, അവൻ എന്തായാലും വരട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തായാലും ലാമറ കണക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഫ്രാങ്ക്ലിനെ, എന്താടാ എന്നെ വിളിച്ചാ? അല്ല, ഇതാരാ വണ്ടി? പക്ഷെ എൻ്റെ പൊന്നെ, ഇത് നൈസായിട്ടുണ്ടല്ലോ കാണാനായിട്ട്. ഒരു കസ്റ്റം മോഡിഫൈഡ് ഫോർച്യൂണർ. എൻ്റെ വണ്ടി പോലെ തന്നെ ഇരിക്കണം. മിക്കവാറും വേറെ വല്ലവൻ്റെ ആയിരിക്കും അല്ലേ? ആരുടെ ഇത്? എൻ്റെ സ്വന്തം വണ്ടി. നിന്റെ വണ്ടിയാ? അത് പോടാ അവിടെ നിന്ന്. എന്നെ ചുമ്മാ പറ്റിക്കാൻ നോക്കണം നീ. സത്യമായിട്ടിടാ ലാമറ, ഇത് എൻ്റെ വണ്ടിടാ. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എനിക്ക് നീ വിശ്വസിക്കണമെന്ന് ഒരു താല്പര്യമില്ല. സത്യമായിട്ട് ഇത് നിൻ്റെ വണ്ടിയാണോ? തന്നെടാ, എൻ്റെ വണ്ടിടാ. ഞാൻ നിനക്ക് പ്രതികാരമായിട്ട് ഞാൻ വാങ്ങിച്ച വണ്ടി. വാവ്, നൈസ് കേട്ടോ, കാണാനായിട്ട് കൊള്ളാം കേട്ടാ. എന്നാലും എൻ്റെ വണ്ടിയുടെ അത്രയ്ക്ക് പോരാ. പോയടാ അവിടെ നിന്ന്. നീ ചെയ്തതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ താത്തിയതിനേക്കാളും കൂടുതൽ ഞാൻ താത്തി. എല്ലായിടത്തും സ്റ്റിക്കർ അടിച്ച്, ബ്ലാക്ക് അടിച്ച്, കംപ്ലീറ്റ്ലി പക്കയാക്കി മോഡിഫൈ ചെയ്ത് എല്ലാം കൂട്ടി വെച്ച്, ടയർ സ്മോക്കും എല്ലാം വെച്ച് പക്കയാക്കി വെച്ച് വണ്ടി. ഓ ശരിയേ എൻ്റെ അപ്പോൾ ഒന്നും പറയാൻ പാടില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ നമ്മുടെ ഇന്ത്യൻ തെഫ്റ്റ് ആട്ടയുടെ ഒരു വീഡിയോകളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3യുടെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എടുത്ത് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്ത് വയ്ക്കുക. അതിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.